വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC സ്റ്റഡി. ഇനി വരുന്ന PSC പരീക്ഷകളിൽ ചോദിക്കാവുന്ന കുറച്ച് ആനുകാലിക ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യത്തെ ചോദ്യം: ഫ്രാൻസിൻ്റെ ദേശീയ ദിനാഘോഷത്തിൽ വിശിഷ്ട അതിഥിയായ ഇന്ത്യൻ നേതാവ്? ഉത്തരം: നരേന്ദ്രമോദി. ഫ്രാൻസിൻ്റെ ദേശീയ ദിനാഘോഷത്തിൽ വിശിഷ്ട അതിഥിയായ ഇന്ത്യൻ നേതാവ്? ഉത്തരം: നരേന്ദ്രമോദി. അടുത്ത ചോദ്യം: ബ്രസീലിലെ വംശീയ വിരുദ്ധ നിയമം ഏത് ഫുട്ബോൾ താരത്തിൻ്റെ പേരിലാണ്? ഉത്തരം: വിനീഷ്യസ് ജൂനിയർ. ബ്രസീലിലെ വംശീയ വിരുദ്ധ നിയമം ഏത് ഫുട്ബോൾ താരത്തിൻ്റെ പേരിലാണ്? ഉത്തരം: വിനീഷ്യസ് ജൂനിയർ. അടുത്ത ചോദ്യം: ട്വിറ്ററിൻ്റെ ബദലായി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് എന്നിവയുടെ മാതൃകയായ മെറ്റ പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷൻ? ഉത്തരം: ത്രെഡ്സ്. ട്വിറ്ററിൻ്റെ ബദലായി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് എന്നിവയുടെ മാതൃകയായ മെറ്റ പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷൻ? ഉത്തരം: ത്രെഡ്സ്. അടുത്ത ചോദ്യം: ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംബന്ധിച്ച ലോകത്തിലെ ആദ്യത്തെ ഉച്ചകോടിക്ക് വേദിയായത്? ഉത്തരം: ബ്രിട്ടൻ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംബന്ധിച്ച ലോകത്തിലെ ആദ്യത്തെ ഉച്ചകോടിക്ക് വേദിയായത് ബ്രിട്ടൻ. അടുത്ത ചോദ്യം: നാറ്റോയുടെ ഏറ്റവും വലിയ വ്യവസായ എയർ ഡിഫൻഡർ 2023 വേദി? ഉത്തരം: ജർമ്മനി. നാറ്റോയുടെ ഏറ്റവും വലിയ വ്യവസായ എയർ ഡിഫൻഡർ 2023 വേദി? ഉത്തരം: ജർമ്മനി. അടുത്ത ചോദ്യം: 2023 കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിന് വേദിയായത്? ഉത്തരം: തൃശ്ശൂർ. 2023 കുടുംബശ്രീ കലോത്സവത്തിന് വേദിയായത്? ഉത്തരം: തൃശ്ശൂർ. അടുത്ത ചോദ്യം: കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതി? ഉത്തരം: ഇ-മോചൻ. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്നും മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതി? ഉത്തരം: ഇ-മോചൻ. അടുത്ത ചോദ്യം: ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള നഗരം? ഉത്തരം: ലാഹോർ. ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള നഗരം? ഉത്തരം: ലാഹോർ. അടുത്ത ചോദ്യം: സുപ്രീം കോടതിയുടെ നിലവിലെ 51ാമത് ചീഫ് ജസ്റ്റിസ്? ഉത്തരം: ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. സുപ്രീം കോടതിയുടെ നിലവിലെ 51ാമത് ചീഫ് ജസ്റ്റിസ്? ഉത്തരം: സഞ്ജീവ് ഖന്ന. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ചോദ്യം: ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ചുഴലിക്കാറ്റ്? ഉത്തരം: ഡാന ചുഴലിക്കാറ്റ്. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ചുഴലിക്കാറ്റ്? ഉത്തരം: ഡാന ചുഴലിക്കാറ്റ്. അടുത്ത ചോദ്യം: സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കേരളജ്യോതി പുരസ്കാരം നേടിയത്? ഉത്തരം: MK സാനു. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കേരളജ്യോതി പുരസ്കാരം നേടിയത് MK സാനു. അടുത്ത ചോദ്യം: എല്ലാ ജില്ലകളിലും പോലീസ് ഡ്രോൺ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം: കേരളം. എല്ലാ ജില്ലകളിലും പോലീസ് ഡ്രോൺ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം: കേരളം. അടുത്ത ചോദ്യം: റെയിൽവേ നെറ്റ്വർക്കുകൾ 100% വൈദ്യുതീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം: ഹരിയാന. റെയിൽവേ നെറ്റ്വർക്കുകൾ 100% വൈദ്യുതീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം: ഹരിയാന. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം? ഉത്തരം: ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം? ഉത്തരം: ചണ്ഡീഗഡ്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ വോയിസ് ബയോമെട്രിക് ഒതന്റിക്കേഷൻ ബാങ്കിംഗ് ആരംഭിച്ച ബാങ്ക്? ഉത്തരം: സിറ്റി യൂണിയൻ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ വോയിസ് ബയോമെട്രിക് ഒതന്റിക്കേഷൻ ബാങ്കിംഗ് ആരംഭിച്ച ബാങ്ക്? ഉത്തരം: സിറ്റി യൂണിയൻ ബാങ്ക്. അടുത്ത ചോദ്യം: സുസ്ഥിര വികസന സൂചിക 2024 ഇന്ത്യയുടെ സ്ഥാനം 109. സുസ്ഥിര വികസന സൂചികയിൽ 2024 ഇന്ത്യയുടെ സ്ഥാനം 109. ഒന്നാം സ്ഥാനം ഫിൻലാൻഡ്. സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 109. ഒന്നാം സ്ഥാനം ഫിൻലാൻഡ്. അടുത്ത ചോദ്യം: ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 38. ഒന്നാം സ്ഥാനം നേടിയത് സിംഗപ്പൂർ. ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 38. ഒന്നാം സ്ഥാനം നേടിയത് സിംഗപ്പൂർ. അടുത്ത ചോദ്യം:
പാസ്പോർട്ട് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 108, ഒന്നാം സ്ഥാനം സിംഗപ്പൂർ. പാസ്പോർട്ട് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 108, ഒന്നാം സ്ഥാനം നേടിയത് സിംഗപ്പൂർ. അടുത്ത ചോദ്യം, പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്. പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സംബന്ധിച്ച് നടപ്പാക്കുന്ന ജനകീയ ക്യാമ്പയിൻ? ഉത്തരം നെല്ലിക്ക. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സംബന്ധിച്ച് നടപ്പാക്കുന്ന ജനകീയ ക്യാമ്പയിൻ? ഉത്തരം നെല്ലിക്ക. അടുത്ത ചോദ്യം, മനുഷ്യ വന്യജീവി സംഘർഷത്തെ ഒരു പ്രത്യേക ദുരന്തമായി അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം? കേരളം. മനുഷ്യ വന്യജീവി സംഘർഷത്തെ ഒരു പ്രത്യേക ദുരിതമായി അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം? ഉത്തരം കേരളം. അടുത്ത ചോദ്യം, നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ പുതിയ ചാൻസലർ? നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ പുതിയ ചാൻസലർ ഉത്തരം ടെസ്സി തോമസ്. നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ പുതിയ ചാൻസലർ? ഉത്തരം ടെസ്സി തോമസ്. അടുത്ത ചോദ്യം, കേരള പ്രതിപക്ഷ നേതാവ്? ഉത്തരം വി ഡി സതീശൻ. കേരള പ്രതിപക്ഷ നേതാവ്? ഉത്തരം വി ഡി സതീശൻ. അടുത്ത ചോദ്യം, കേരള ഗവർണർ? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരള ഗവർണർ? ഉത്തരം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അടുത്ത ചോദ്യം, 2025 G20 നടക്കുന്ന വേദി? ഉത്തരം ദക്ഷിണാഫ്രിക്ക. 2025 G20 നടക്കുന്ന വേദി? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ഈ ചാനൽ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി വരുന്ന വീഡിയോകൾ എല്ലാം മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. താങ്ക് യു.